കേരളീയ രാഷ്ട്രീയത്തിൽ എന്നും ഇടം പിടിക്കുന്ന ഒരു അന്താരാഷ്ട്ര വിഷയമാണ് ഫലസ്തീൻ. CPM-ന്റെ പലസ്തീൻ റാലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആശയക്കുഴപ്പത്തിൽ ലീഗിനെ കൈവിടാതെ കോൺഗ്രസ് നേതൃത്വം. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ച കാണാൻ. ഈ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ CPIM-ന് കൃത്യമായ നിലപാടുണ്ട്. ഈ മാസം 11-ന് കോഴിക്കോട് CPIM സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ വർഗീയ ശക്തികൾ ഒഴിച്ച് മറ്റെല്ലാവർക്കും പങ്കെടുക്കാം. പാലസ്തീനോട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്താണ്? ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പാലസ്തീന്റെ അപഹരിച്ചെടുത്ത മണ്ണ് വിട്ടുകൊടുക്കുക എന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഫലസ്തീനിലും കമ്മ്യൂണിസ്റ്റുകൾ ഒട്ടും പുറകിലല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്തലയടിച്ച കമ്മ്യൂണിസത്തിന്റെ വളർച്ച അറബ് ലോകത്തും വളരെ ശക്തമായിരുന്നു. ഫലസ്തീനിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകളുടെ പോരാട്ടവും അതിശക്തമായിരുന്നു. പ്രധാനമായി 2 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഫലസ്തീനിൽ ഉണ്ടായിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അഥവാ PFLP-യും ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അഥവാ DFLP-യുമായിരുന്നു അത്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അഥവാ PFLP 1967 ജോർജ് ഹബാഷിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. 1948 ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഹബാഷിന്റെ കുടുംബം അഭയാർത്ഥികളാക്കപ്പെട്ടിരുന്നു. ആക്രമണത്തെ തുടർന്ന് ഹബാഷിന്റെ കുടുംബം സ്വന്തം ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്തു. പലായനത്തിനിടയിൽ ഹബാഷിന്റെ സഹോദരി മരണപ്പെട്ടു. ഇതോടെ ഇസ്രായേലിനോടും സയനിസ്റ്റ് ആശയത്തോടും ഹബാഷിന്റെ മനസ്സിലുണ്ടായിരുന്ന പക വർദ്ധിച്ചു. 1960കളുടെ തുടക്കത്തോടെ ഹബാഷ് ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഹബാഷ് തുടക്കം മുതലേ ഒരു സെക്യുലർ ഫലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഹബാഷിന്റെ ഈ താല്പര്യമാണ് പിന്നീട് PFLP-യുടെ ആശയമായി മാറിയത്. PFLP-യുടെ രൂപീകരണത്തിന് ശേഷം ഹബാഷിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ അതിശക്തമായ പോരാട്ടമായിരുന്നു നടന്നിരുന്നത്. 1960കളിലും 70കളിലും ഇസ്രായേലി വിമാനങ്ങൾ റാഞ്ചിക്കൊണ്ടുപോയി അതിലുള്ളവരെ ബന്ദിയാക്കലായിരുന്നു PFLP തുടർച്ചയായി ചെയ്തു വന്നിരുന്നത്. ഇത്തരത്തിൽ 1969 നടന്നൊരു ഓപ്പറേഷനിലാണ് ലൈല ഖാലിദ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നത്. ഇങ്ങനെ മാത്രമായിരുന്നില്ല PFLP ശ്രദ്ധയാകർഷിച്ചിരുന്നത്. യാസിർ അറാഫത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന PLO-യിലെ ഒരു പ്രധാനപ്പെട്ട അംഗം കൂടിയായിരുന്നു PFLP. ഒരു ഘട്ടത്തിലും PFLP ഇസ്രായേലുമായി സന്ധിയിൽ ഏർപ്പെടാനോ ഒരു ചർച്ചയ്ക്ക് വിധേയമാവാനോ തയ്യാറായിരുന്നില്ല. 1969 ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് PFLP-ൽ ഒരു പിളർപ്പുണ്ടാവുന്നു. ഇതിനെ തുടർന്ന് സ്ഥാപിക്കപ്പെട്ടതാണ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അഥവാ DFLP. നെയ്ഫ് ഹവാത്മയോ ആയിരുന്നു DFLP-ക്ക് നേതൃത്വം നൽകിയിരുന്നത്. തുടർന്ന് നെയ്ഫും ജോർജ് ഹബാഷും തമ്മിൽ ധാരാളം ഭിന്നതകളും ഉണ്ടായിരുന്നു. DFLP-യുടെ ആശയം കൂടുതലും മാവോയിസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു. DFLP-യും ഒരു സെക്യുലർ ഫലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുത്താൻ തന്നെയായിരുന്നു ശ്രമിച്ചിരുന്നത്. അവർ കൂടുതലും ചർച്ചകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. അതിനാൽ ഇസ്രായേലിനെ അംഗീകരിക്കാനും ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കാണാനും DFLP തയ്യാറായിരുന്നു. PFLP-യെ പോലെ തന്നെ PLO-യിൽ DFLP-യും വളരെ സജീവമായിരുന്നു. പക്ഷേ ഇരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും 1993 ഓസ്ലോ ഉടമ്പടിക്ക് ശേഷം കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു. PLO ഔദ്യോഗികമായി ഇസ്രായേലിനെ അംഗീകരിച്ചതോടെ ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഈ തീരുമാനം അത്ര നാൾ വരെ ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാതിരുന്ന ഹമാസിന് പിന്നീട് അങ്ങോട്ടൊരു മുതൽക്കൂട്ടായി മാറി. വർഷം 2000-നിപ്പുറം ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ ഹമാസ് ഒരു നിർണായക ശക്തിയായി മാറി. ഹമാസിന്റെ വളർച്ചയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ കാര്യമായി ക്ഷീണിപ്പിച്ചു. നിലവിൽ ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകളും വളരെ ശക്തമായി ചേർത്ത് നിൽക്കുന്നുണ്ട്. യുദ്ധമുഖത്ത് DFLP-യുടെ നാഷണൽ റെസിസ്റ്റൻസ് ബ്രിഗേഡും അതുപോലെ PFLP-യുടെ അബു അലി മുസ്തഫ ബ്രിഗേഡ്സും യുദ്ധമുഖത്ത് വളരെ സജീവമാണ്. പക്ഷേ എന്നിരുന്നാലും ഫലസ്തീൻ്റെ നിലവിലെ ചിത്രത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഹമാസ് തന്നെയാണ്.